എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു പെക്കഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജൂബ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അറിയാം, തിരക്കാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് ഒന്നും പ്രോപ്പറായി ഇടാൻ പറ്റാത്തത്. ഇപ്പം നമുക്ക് നല്ല സീസണായി തുടങ്ങി, സമ്മറായി. നമ്മളിപ്പോൾ ഈ റൈഡ് പോകാനുള്ള പ്ലാനിലാണ്. സഡൻ ട്രിപ്പായിരുന്നു, സഡൻ പ്ലാനായിരുന്നു. ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് ഇന്നിപ്പം ട്രിപ്പ് പോകാനുള്ള പരിപാടികളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളിവരെല്ലാം ഒന്ന് കാണിക്കാം. പുതിയൊരു ബൈക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ വീഡിയോ എടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വണ്ടി, സുസുക്കിയുടെ GSX S1000 GT ആണ്. ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. ഞാൻ ആക്ച്വലി വണ്ടി പോയി എടുക്കുന്നതും പിക്ക് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനും സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അതൊന്നും പുറത്തോട്ട് വന്നില്ല. എന്തായാലും മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമ്മൾ GT ഉണ്ട്, MT10 ഉണ്ട്, ജാക്സൺ ബ്രോയുടെയാണ്. ജാക്സൺ ബ്രോയൊക്കെ പല വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നും പുറത്തോട്ട് വരാറില്ല. ജാക്സൺ ബ്രോ ഉണ്ട്, അമിത് ബ്രോ ഉണ്ട്, റോക്കറ്റ്, ഓക്കെ, അതുലുണ്ട്, അതുലിൻ്റെ വണ്ടിയാണ്. അപ്പം വണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻ പ്ലാനാണെന്ന് പറഞ്ഞു. റോക്കറ്റ്, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വാവ സെൻറ്റ് ഒരു 2.5 മണിക്കൂർ വെസ്റ്റിലോട്ട്, ലേക്ക് സുപ്പീരിയൻ സൈഡിൽ. ലേക്ക് സുപ്പീരിയൻ സൈഡിൽ അല്ലേ? പുള്ളിയാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ഇപ്പോൾ ഈ ട്രിപ്പിന് വേണ്ടിയുള്ള മോട്ടിവേഷൻ പുള്ളി ഇട്ടത്. ജാക്സൺ ബ്രോ പിന്നെ എല്ലാത്തിനും ഓണായതുകൊണ്ട് കുഴപ്പമില്ല. അതിലും എല്ലാം സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അപ്പം നമുക്ക് സിബിനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 വണ്ടിയാണ് ഇവിടുത്തെ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇത് ട്രയംഫിൻ്റെ റോക്കറ്റ് 3 ടൂറിംഗ് ആണ്. നല്ല വലിപ്പമുള്ള വണ്ടി തന്നെയാണ്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 ഫോൺ വേണം. ഒരെണ്ണം പാട്ട് കേൾക്കാനാന്ന് തോന്നുന്നു. നമ്മുടെ യാത്രയോടെ പയ്യെ തുടങ്ങുകയാണ്. എല്ലാവരും വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. ബാരിയിലാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ സിബിൻ ബ്രോയും നമ്മളോട് ജോയിൻ ചെയ്യാണ്. സിബിൻ ബ്രോ ഉണ്ട്, അതുപോലെ നമ്മുടെ ഫ്രണ്ട് ബോണിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു കാപ്പി കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഇറങ്ങണം. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പോകണം, ലേറ്റ് ആകുന്നതിന് മുമ്പ് പോകണം. മഴക്കാറ് വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് പിടിക്കണം. ലെറ്റ്സ് ഗോ. കുറേ നേരമായി ബ്രോ വന്നിട്ട്? 10 മിനിറ്റ് തീരെ ആയില്ലല്ലോ അല്ലേ? ഇത് നമ്മുടെ ഫ്രണ്ടാണ് ബോണി. പുള്ളിയും ബാരിയിലാണ്. ഇതാണ് സിംബ്രോയുടെ വണ്ടി, 5-ാമൻ. അപ്പോൾ അതിൽ ചായയും കാപ്പിയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്യൂരിങ് കഴിഞ്ഞു. ജാക്കിയും അമറ്റുറോയും കൂടെ ഇവിടെ വണ്ടിക്ക് എയർ ചെക്ക് ചെയ്യാണ്. നമ്മളങ്ങനെ സബ്വറിയിലെത്തി. ഫ്യൂല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 72 കിലോമീറ്റർ ഉണ്ട്. യെസ്, എല്ലാവരും ശിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടയർഡായി.
സേഫായിട്ട് നമ്മുടെ സ്റ്റേയിലെത്തി. എസ്പനോള എന്ന സ്ഥലത്തിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്ന് നാളെ പോകാവുന്ന സ്ഥലത്തോടെ നമ്മൾ പോകുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാനേക്കാട്ടും തണുപ്പുണ്ടായിരുന്നു. ഞാൻ അധികം ലേയേഴ്സ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് വൈകിട്ട് പെട്ടു. ഇനി എന്തായാലും നാളെ രാവിലെ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ബീഫ് ഫ്രൈയും ക്രൗൺ റോയിലും അടി കഴിക്കും. നമ്മൾ മേടിച്ചോണ്ടാണ് വന്നത്. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. അപ്പം നേരം കൊടുത്തു, നമ്മൾ എല്ലാവരും റെഡി ആകുവാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും വെതർ ഭയങ്കര ഡ്രോപ്പാണ്. -2 ആണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. GPയുടെ സ്വന്തം മുത്ത് അതൊരു രാവിലെ കാപ്പിയൊക്കെ മേടിച്ചോണ്ട് തന്നു. അതിലും റോക്കറ്റും കൂടെ. അപ്പോൾ ഇനിയും നമുക്ക് റോക്കറ്റ് വെളിയിലുണ്ട്. ജാക്സൺ ബ്രോയും രാവിലെ അതൊക്കെ തുറന്ന് വിളിച്ച് വരുന്നുണ്ട്. ഈ അറിഞ്ഞില്ലേ? പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കും. രാവിലെ വണ്ടികളെല്ലാം പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എല്ലാം തണുത്തിരിക്കുകയാണ്. എല്ലാ വണ്ടികളും ഫസ്റ്റ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. റെസ്റ്റ് ഏരിയയാണ്. ആക്ച്വലി ക്ലോസ്ഡ് ആണ്. നമ്മൾ എന്തായാലും ഇവിടെ തൽക്കാലം നിർത്തി. എനിക്ക് നമ്മുടെ ട്രെയിലും കണ്ടുണ്ട്. എന്തായാലും റെസ്റ്റ് ഏരിയ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനിയും പെയ്യ യാത്ര തുടങ്ങാം. ഓക്കെ, നമ്മളിപ്പം അടുത്ത സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. കാനഡയിലെ ടെയിൽ ഓഫ് ദ ഡ്രാഗൺ എന്ന് അവകാശപ്പെടുന്ന സ്ഥലമാണ്. മൊത്തം ഈച്ചയാണ്. അപ്പം 129 എന്നുള്ള ഹൈവേ ആണ് നമ്മളിപ്പം കവർ ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ടെയിൽ ഓഫ് ദ ഡ്രാഗൺ എന്താ നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. US-ലൊരു റൂട്ടുണ്ട്, അതിനാണ് ടെയിൽ ഓഫ് ദ ഡ്രാഗൺ ആക്ച്വലി ടെയിൽ ഓഫ് ദ ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പം അത് നല്ല, ഞങ്ങൾ ഈ പ്രാവശ്യം ഒന്ന് പോകണമെന്നൊക്കെ നടന്നില്ല. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. എല്ലാം റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. മൊത്തം ഈച്ചയാണ്. ഫുൾ ഈച്ചയാണ്. നമുക്ക് ഇനിയിപ്പം നമ്മൾ വാവ എന്നുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇനി അവിടെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനായിട്ട്. ഇവിടെ ഒരു കടയുണ്ട്. 5 സ്റ്റിക്കർ മേടിച്ച് $55 ഒടുക്കത്തെ വിലയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് അടുത്ത ഫ്യൂൽ സ്റ്റേഷൻ ഇനി 190, ഏകദേശം ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ഗ്യാസ് ക്യാൻ മേടിച്ച് നിറയ്ക്കുകയാണ്. റിസ്ക് എടുക്കണ്ട. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനിയിപ്പം ഫ്യൂലൊക്കെ കിട്ടാൻ പാടായിരിക്കും. ഫ്യൂല് 20 ലിറ്റർ ഒരു ക്യാൻ മേടിച്ചു. ഇനിയിപ്പോൾ അത് ഇനി
രാത്രി ആയെങ്കിലും കിട്ടാൻ പാടാണ്, റിസ്ക് എടുക്കണം വിചാരിച്ചു നമ്മളൊരു നമ്മളിപ്പോൾ 129 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് നിർത്തിയാണ്. അവിടെ ഒരു ഗോപ്രോ ചാർജിയാണ്, ബാറ്ററി മാറുമ്പോൾ നിർത്തിയിട്ട് ഞാനും അതിലൂടെ ജസ്റ്റ് കയറിപ്പോയി. വ്യൂ ഒക്കെ ഉണ്ടോ, നല്ല റിവർ പോകുന്നുണ്ട്. ഈച്ച എല്ലായിടത്തും ഈച്ച. അപ്പോൾ നമ്മൾ ഫ്യൂവല് ഫില്ല് ചെയ്യുകയാണ്. ഇരുന്നായിരിക്കും ഒരു ബേബി മൂസിനെ കണ്ടു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റോഡ് ചേർന്ന് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോയ്ക്ക് അത് കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. ആക്സിൻ്റെയും എൻ്റെയും എനിക്ക് വന്നൊരു 100 കിലോമീറ്റർ ഓടും. MT10-നും നിഞ്ചയ്ക്കും ഫ്യൂവൽ വേണം എന്തായാലും. പിടിക്കാറാകുമ്പോൾ പറയണേ, കാണുന്നുണ്ടോ? റിയൽ ട്രസിബിൻ അല്ലേ, ഗ്യാസ് നിറച്ചു കൊടുക്കും. വളരെ കരുണാമയനായ മനുഷ്യനാണ്. അപ്പോൾ വീട് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. അതും കാരണമായിട്ട്. അതെ. അങ്ങനെ നമ്മൾ ഫൈനലി വാവ എന്നുള്ള സ്ഥലത്തെത്തി. നമ്മൾ ഫ്യൂവല് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതേ നേരം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് എന്തായാലും ഉടനെ തന്നെ പോകണം. സുസമരി ഇതെത്തണം. ആക്ച്വലി നമ്മുടെ റോക്കറ്റ് വണ്ടി ട്രയംഫിന്റെ റോക്കറ്റ്, അതിന്റെ ബാക്ക് ടയറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടയർ ഓൾമോസ്റ്റ് തീരാറായി. നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും വേറെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അതിന്റെ ടയർ നമുക്ക് ഓൾറെഡി മേടിച്ചു. കൊണ്ടെടുത്ത് സുസമരി നമ്മൾ ചിപ്പിമ്പ്ര ഒരു ഫ്രണ്ടിനെ കൊണ്ട് മേടിപ്പിച്ചു. അപ്പൊ അത് മേടിച്ചിട്ടില്ല. അപ്പം ഇപ്പം നമ്മളോട് ചെന്നിട്ട് നാളെ അത് ബാക്ക് ടയർ മാറണം, എന്നാലേ ഇനി ഓടി ഇവിടെ എത്തത്തുള്ളൂ. നമ്മൾ ബ്രേക്ക് എടുക്കുവാണ്, ഒരു കാപ്പി കുടിക്കാൻ വെച്ചു. ഇന്നത്തെ ദിവസം ഫുഡൊക്കെ വളരെ പരിതാപകരമായിരുന്നു. അതുൽ സാർ, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഹൗ വാസ് ദ റൈഡ്? യെസ്, എല്ലാവരും നല്ലതായിട്ട് തന്നെ എൻജോയ് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ സബറിക്ക് വേണം, സോറി സുസുമരിക്ക് വേണം. എത്ര മണിക്കൂറുണ്ട്? 3 മണിക്കൂറോ? 2. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് എന്തായാലും സമയം എടുക്കും. എന്നാലും എന്തായാലും ഒരു 10 മണിയെങ്കിലും ആവും രാത്രി ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ വാവാന്ന് സുസമരിയിലുള്ള യാത്ര തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. അപ്പം അങ്ങനെയാണ് വണ്ടി നിർത്തി. ഞാൻ നിങ്ങളുടെ കാഴ്ച ഒന്ന് കാണിക്കാം. ആക്ച്വലി ട്രാൻസ്കാനഡ ഹൈവേ ആണ്. നമ്മളിവിടെ നിന്ന് ചെറിയ ഡീവിയേഷൻ എടുത്തിട്ട് ബൈക്കെല്ലാം ഇവിടെ കൊണ്ട് വെച്ചു. നിങ്ങളെ കൂടെ കാഴ്ച ഒന്ന് കാണിക്കാം. ഒരു നിമിഷം. ഇങ്ങനെ വ്യൂ ഉണ്ട്.
ഓൾമോസ്റ്റ് തീരാറായി. നമ്മൾ അവിടെ നിന്ന് വിട്ടപ്പോഴേ ഉണ്ടായിരുന്നു 180 കിലോമീറ്റർ ശേഷം ഉണ്ടായിരുന്നു ഒരു പമ്പ്. അപ്പം ചില വണ്ടിക്കൊന്നും അത്ര മൈലേജ് ഇല്ല. കമ്പാരിറ്റീവ്ലി നല്ല കുറച്ച് കൈ കൊടുക്കുകയാണെങ്കിൽ പറ്റില്ല, അത്ര മൈലേജ് കിട്ടത്തില്ല. പോവുകയാണ് അപ്പം കുറച്ചുകൂടെ കൂടിയാണ്. പക്ഷേ സ്റ്റിൽ അത് ഒരെണ്ണത്തിൻ്റേത് ഗ്യാസ് തീർന്നു. പിന്നെ നമ്മൾ ഹൈവേയുടെ സൈഡിൽ നിർത്തിയത് ഗ്യാസ് ഫില്ല് ചെയ്യാണ്. ചെറിയൊരു ക്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ക്യാൻ തന്നെ എടുക്കേണ്ട, തൽക്കാലം ചെറിയ ക്യാനിനകത്തൊന്നും എടുത്തു. 200 സംതിങ് ആണ് ഓടി അല്ലേ? 230 കിലോമീറ്ററാണ് എടുത്ത് നമ്മൾ ഓടി. ഹൈവേയുടെ സൈഡിലാണ് നിർത്തിയേക്കുന്നത്. കുരിട്ടാണ് കണ്ടേ. ഏകദേശം ഇനി ഒരു 15 കിലോമീറ്ററോടെ ഉള്ളൂ സൂസമേരിക്ക്. ഇനി അവിടെ ചെന്ന് ബാക്കി എല്ലാ വണ്ടികളും ചില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്ന മോട്ടലിലെത്തി. വണ്ടികളെല്ലാം പാർക്ക് ചെയ്തു. സിറ്റിക്കകത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം ഫുഡ് കഴിക്കണം, കിടക്കണം. നല്ലൊരു ദിവസമായിരുന്നു. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നാളെ കാണാം. യെസ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ രാവിലെ ഇപ്പോൾ ഈ ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങി. ഫസ്റ്റ് തിങ് നമുക്ക് റോക്കറ്റിൻ്റെ ടയർ മാറണം. ഇന്നലെ ആയപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയുടെ ടയറിൻ്റെ ത്രെഡ് വരെ കണ്ടു. അപ്പോൾ ഇനിവേഴ്സ് അവരത് പിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോവും. ഒരാൾ വന്ന് ഇവിടെ വന്ന് സർവീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ചാച്ച, ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണ്? എങ്ങോട്ടേ റൂട്ട്? ഇന്ന് നമ്മൾ നേരെ ടൊറന്റോയ്ക്ക് പോകണോ അതോ മാനിറ്റോബ ഐലൻഡിൽ പോയി ഫെറി എടുക്കണം? യെസ്, നമ്മൾ അത് നേരെ ടോമറിക്ക് ചെയ്യാമല്ലേ? അത് മാക്സിമം ഇന്ന് പോകാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷം ആ റൂട്ടൊന്ന് കവർ ചെയ്താണ്. CMMCയുടെ കൂടെ ഒരു ഫെറി ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ടാണ് നമ്മൾ കവർ ചെയ്ത് വന്നത്. ഇന്നും അത് പോകണമെന്ന് നോക്കും. മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. റോക്കറ്റിന് ടയർ എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ തന്നെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ടയറെല്ലാം ഇവിടെ മേടിച്ച് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരാളിവിടെ വന്നിട്ട് സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ടയർ ചേഞ്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട്. ആൾ വെയിറ്റിംഗ് ആണ്. അവർ ടയർ എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ തന്നെ വരുമായിരിക്കും. ഇപ്പോൾ റോക്കറ്റ് ടയറുമായിട്ട് വന്നു. പക്ഷേ നമുക്കൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പം കടക്കാരുടെയൊക്കെ ഒരു നമ്മൾ സൈസ് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷേ വന്ന സൈസ് റോങ് സൈസാണ് തന്നത്. ഇത് ഫ്രണ്ട് ടയറായിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ ടയറിൻ്റെ വലിപ്പം തന്നത് ഇത് ഫ്രണ്ട് ടയറായിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ടയർ ഫിക്സ് ചെയ്യാൻ വന്ന ആൾ പുള്ളിയുടെ ഒരു യൂസ്ഡ് ടയറുണ്ട്. അപ്പം അതുകൊണ്ട് ഇട്ട് തരാം. ഇതിൻ്റെ ടയർ കുറച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ്. പുള്ളിയുടെ ഒരു യൂസ്ഡ് ടയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളി അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. തൽക്കാലം ഇപ്പോൾ ഇത് മാറിയിട്ട് ടൊറന്റോയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം യൂസ്ഡ് വലിയ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് തൽക്കാലം മാറിയിട്ട് $100 ടയർ യൂസ്ഡ് ടയറിന് $200 മാറുന്നതിന്. ചേട്ടന്റെ ടൈം ബെസ്റ്റ് ടൈം. അതെ, ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. അപ്പോൾ ഈ ടയർ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്കിൽ നമ്മുടെ അച്ഛൻ വന്നിട്ട് മറ്റേ വണ്ടി ടയർ മാറുന്നുണ്ട്. ഡബിൾ പ്രൊട്ടക്ഷനാണ്. ടൊറന്റോയിലെ 5 സ്റ്റാർ റേറ്റഡ് റിയൽറ്ററുടെ സ്കിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡും കൂടെ ആ കൂട്ടത്തിൽ പോയി മേടിച്ചോണ്ട് വരാൻ വേണ്ടി പോവാണ്. പോയിട്ട് വാ, വെയിറ്റിംഗ്. നമ്മൾ ബൈക്കിൻ്റെ ടയർ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഇറങ്ങാനുള്ള പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും ബൈക്കൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്.
അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ഒരു 190 കിലോമീറ്റർ ഉണ്ട് സബ്ബറിക്ക്. അപ്പം അങ്ങോട്ടിലാണ് നമ്മൾ സബ്ബറിയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അവിടെ ഇനി എത്തിയിട്ട് പിന്നെ ഏകദേശം ഒരു 4-4.5 മണിക്കൂർ, ടോട്ടൽ ഏകദേശം ഒരു 8 മണിക്കൂർ റൈഡുണ്ട്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 10 മണിക്കൂർ 11 മണിക്കൂർ എടുക്കും. നമ്മൾ നിർത്തി ബ്രേക്ക് എടുത്ത് പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. മേലെ ഗിയസ് ചെയ്യാണ്. മഴ പെയ്ത് ചാട തുടങ്ങി. നമുക്കിനി സത്പുരയിലാണ് അടുത്ത സ്റ്റോപ്പ് നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനി എത്രയുണ്ട് ഇവിടെ? ഏരിയ മുഴുവൻ മഴ. മൊത്തം 7 മഴ വരുന്നുണ്ട്. അപ്പം മിക്കവാറും മൊത്തം നനഞ്ഞു പോകും അല്ലേ? സ്റ്റോപ്പിലൂടെ അത്യാവശ്യം ഗിയസൊക്കെ ആയിട്ട് നമുക്ക് കൈകൊട്ടിട്ടുണ്ട്. കോട്ടക്സ് ഉള്ളത് അതിലും കോട്ടക്സ് ഉള്ളതാണ് കുഴപ്പമില്ല. എൻ്റെയും കോട്ടക്സ് ആണ്. നനി എൻ്റെയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പാരീസ് സൗണ്ടിൻ്റെ അടുത്തെത്താറായി. നല്ല മഴയായിരുന്നു. വരുന്ന വഴിക്ക് ഫുൾ മഴ കിട്ടി. എല്ലാവരും നനഞ്ഞു. എനിക്ക് അത്ര വലിയ വിഷയമില്ലായിരുന്നു. ഗോട്ടക്സ് ആയിരുന്നു ജാക്കറ്റ്, അതുകൊണ്ട് ആകും നനഞ്ഞില്ല. പക്ഷേ എന്നാലും മൊത്തത്തിൽ എല്ലാവരും നനഞ്ഞ് കുളിച്ചു. സോക്സും ഭാഗത്തെ പാൻസും എല്ലാം നനഞ്ഞ് തണുപ്പും കൂടെ. അപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായി റൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിർത്തി ഓരോരോ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഈ തണുപ്പിനെ അതിജീവിച്ച് നമുക്കിനി ചെല്ലണം. മഴ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇത്രത്തോളം നമ്മൾ ഓൾമോസ്റ്റ് തുടങ്ങിയ സബ്ബറിക്ക് മുമ്പ് തൊട്ട് തുടങ്ങി മഴ. എനിവേസ് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര പെട്ടെന്ന് വീട്ടിലെത്തണം. എന്തായാലും രാത്രിയാവും. 10-11 മണിയെങ്കിലും ആവും നമ്മൾ ടൊറൻറ്റോയിൽ എത്തുമ്പോഴത്തേക്ക്. ജാക്കി ഈ ഐഡിയ ജാക്കിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? This is Amit Nayar's. Okay, മതി. No, that's okay. നാട്ടുകാരൊക്കെ വന്നിട്ട് കറഞ്ഞിട്ട് പോകണം ജാക്കിക്ക് വേണ്ടി. തണുത്ത് ഉറഞ്ഞിരിക്കുന്നത് തീര ലോകനം. ചെരുപ്പ് പോലില്ല. സോക്സ് എല്ലാം നനഞ്ഞ് ഇനിയിപ്പം കാലെല്ലാം വെളുത്ത് കേട്ടോ. ആയിപ്പായി.
എല്ലാവരും നമ്മൾ വന്നപ്പോഴേ ഇവിടുത്തെ ടീമും അടച്ചത് നല്ല ടൈമാണ്. ജാക്കിച്ചാൻ ഇതെല്ലാം അറിഞ്ഞു നേരത്തെ ഡോണട്ടും സാധനം എല്ലാം മേടിച്ച് തെറ്റി വെച്ചിരുന്നു വണ്ടിക്കകത്ത്. ഓരോരോ ട്രിക്സുകളാണ് കേട്ടോ. എന്തോന്നടി കവറും കൂടുതലാണ്. ഈറ്റടിയാക്കിന്റെ മേലാണ് രംഗത്ത് കാറ്റടിക്കാൻ പോയി. കയ്യൊക്കെ വെറുതെ കണ്ടോ. ശരിയല്ലേ? അപ്പോൾ ഓൺ ദ വേ ഫുൾ അത്യാവശ്യം നമുക്ക് നല്ല മഴ കിട്ടി. എനിവേസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ.